അസ്സലാമു അലൈക്കും. എൻ്റെ മോള് ഉമ്മച്ചിൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. മാഹിർ പറഞ്ഞതും ഹാലമോൾ ഫോൺ സുറുമിയുടെ മുഖത്തിന് നേരെ പിടിച്ചു. അത്രയും സമയം മാഹിറിൻ്റെയും മോളുടെയും സംസാരം കേട്ടിരുന്നവൾ പെട്ടെന്ന് തട്ടം കൊണ്ട് മുഖം തടിച്ച് ഫോണിലേക്ക് നോക്കി. അവളുടെ മുഖം തുടുത്ത ഒരു ചാമ്പക്ക പോലെ ചുവന്ന് പോയിരുന്നു. സുറുമേ, നിന്നോടെന്താ ഉമ്മ പറഞ്ഞത്? ചോദിക്കുമ്പോൾ ഒട്ടും മയമില്ലായിരുന്നു അവൻ്റെ സ്വരത്തിൽ. അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇക്ക. സുറുമി അവൻ്റെ ദേഷ്യത്തെ തല്ലിക്കൊടുത്താനാണ് ശ്രമിച്ചത്. പതർച്ചയോടെ പറയുമ്പോൾ അവൻ്റെ നോട്ടത്തെ താങ്ങാനാവാതെ അവളുടെ കണ്ണുകൾ താഴ്ന്നു. കള്ളം പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട സുറുമി. ഉമ്മാൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേനേ. എന്താണ് എൻ്റെ ഭാര്യയെ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചോളാം ഉമ്മയോട്. കടുപ്പിച്ച് സുറുമിയോട് പറഞ്ഞവൻ. മാഹിറിനെ ഇത്രയും ദേഷ്യത്തിൽ സുറുമി ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ കണ്ണുകളിൽ പടർന്ന ചുവപ്പ് രാശി കണ്ട് സുറുമിയുടെ ഉള്ളിൽ ഭയം നരിച്ചു. മാഹിറിൻ്റെ ഇക്കമാരൊക്കെ കുടുംബത്തിൽ ദേഷ്യപ്പെടുന്നതും ചാടിത്തുള്ളി ഓരോന്ന് പറയുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ മാഹിർ എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന ആളാണ്. മാഹിർ ആരോടും കടുത്ത് സംസാരിക്കുന്നത് സുറുമി ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അപ്പോഴത്തെ ഭാവം സുറുമിയിൽ നെട്ടലുണ്ടാക്കി. അതൊന്നും വേണ്ടിക്ക, ഞാൻ പറഞ്ഞോളാം. സുറുമിയുടെ ശബ്ദം പതിഞ്ഞു. എങ്കിൽ പറ, വേഗം പറ, എന്താ സംഭവിച്ചത്? അത് എൻ്റെ ഉമ്മ വിളിച്ചിരുന്നു. ഉപ്പാക്ക് സുഖമില്ലെന്നും എന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. കുറേ ആയില്ലേ ഞാൻ വീട്ടിൽ പോയിട്ട്. വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഞാൻ ഇപ്പോഴും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മോള് തന്നെയല്ലേക്ക. എനിക്കും അവരെ ഒന്ന് കാണാൻ അത്രയ്ക്കും ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഉമ്മാനോട് ചോദിച്ചത്. പോവണ്ട എന്ന് ഉമ്മ കടുപ്പിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി. സുറുമി മാഹിറിൻ്റെ മുഖത്തേക്ക് നോക്കാനാണ് ഇത്രയും പറഞ്ഞത്. എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക സുറുമി. അത് മാത്രമാണോ ഉമ്മ പറഞ്ഞത്? അവൻ്റെ ദേഷ്യം നിറച്ച ചോദ്യം കേട്ട് സുറുമിയുടെ ഉള്ളൊന്ന് വിറച്ചു. അവനെ മുഖമുയർത്തി നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരിയാതെ കാര്യം പറയടി. എൻ്റെ വീട്ടുകാർ ചീത്തയാണെന്ന് ഉമ്മ പറഞ്ഞു. അഷ്ടിക്ക് വകയില്ലാതെ ഞാനും എൻ്റെ വീട്ടുകാർ മാഹിക്കെ കൈവശം തന്ന് വീഴ്ത്തിയതാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇക്ക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിതുമ്പ് കൊണ്ടിരുന്നു. മാഹിർ ആ പെണ്ണിനെ കണ്ണെടുക്കാതെ നോക്കി. അവൻ്റെ ഹൃദയം വല്ലാതെ കുത്തി വിങ്ങുന്നുണ്ട്. പിന്നെന്താടി ഉമ്മ പറഞ്ഞത്? പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് ഓരോരോ ആവശ്യങ്ങൾക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടാണ് എൻ്റെ ഉപ്പ പുതിയ വീട് വെച്ചതെന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഇക്കാക്ക. പണത്തിന് കുറവുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ ഉപ്പാക്ക് അഭിമാനത്തിനൊരു കുറവുമില്ല. ഉമ്മ വല്ലാതെ ഞങ്ങൾ തരം താഴ്ത്തി സംസാരിച്ചപ്പോൾ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോഴത്തെ സങ്കടത്തിലാണ് നിങ്ങളോട് ഞാൻ നാട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ അവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കിത്ര സങ്കടം തോന്നില്ലായിരുന്നു. ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ. സുറുമി തേങ്ങിക്കരിഞ്ഞു. അത് കണ്ട് അവൻ്റെ കണ്ണുകളും ഈറനായി. നീ കരയേണ്ടടി. ഉമ്മയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിക്കോ. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്ന കാര്യം ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ലീവ് കമ്പനി അനുവദിച്ചു തരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ. ആ പാവം പെണ്ണിന് പൊള്ളയായൊരു പ്രതീക്ഷ നൽകുമ്പോൾ മാഹിറിൻ്റെ ഹൃദയം വല്ലാതെ നീറി. നിന്നോട് കള്ളം പറയുമ്പോൾ എൻ്റെ ഉള്ളവും വേവുന്നുണ്ട് പെണ്ണെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ നിന്നെക്കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ? മാഹിറിൻ്റെ ഹൃദയം അവളോട് മുഴിഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചൊരു യാത്ര എന്തായാലും ഉണ്ടാവില്ലെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ആ പെണ്ണിൻ്റെ കണ്ണുനീർ കാണുമ്പോൾ സമാധാനിപ്പിക്കാതിരിക്കാനും അവന് വയ്യല്ലോ. ഉമ്മ, ഇതാ ഫോൺ, മാഹിക്കയാണ്. സുറുമി ഫോൺ ആനുമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി നിന്നു. ആനുമ്മ അവളെയൊന്ന് ഇടം കണ്ടിട്ട് നോക്കിയതിന് ശേഷമാണ് മാഹിറിനോട് സലാം പറഞ്ഞത്. ഉമ്മ, സുറുമിയുടെ ഉപ്പാക്ക് വയ്യെന്ന് പറഞ്ഞ് ഓളെ ഇക്ക് വിളിച്ചിരുന്നു ഉമ്മ. എനിക്ക് സുറുമിയും മോളും ഇനി കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ആരോഗ്യമുള്ള സമയത്ത് ആ ഉപ്പ അവൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതല്ലേ. വയ്യാത്ത സമയത്ത് മോള് കൂടെ ചെന്ന് നിൽക്കട്ടെ. മാഹിർ കനിപ്പിച്ച് തന്നെ പറഞ്ഞു. അത് കേട്ട് ആനുമ്മയുടെ കൂർത്ത നോട്ടം വീണ്ടും സുറുമയെ തേടിയെത്തിയതും സുറുമി നിലത്ത് മറ്റെന്തിനെയോ തിരിഞ്ഞു. ഉമ്മ എന്താ ഒന്നും പറയാത്തത്?
ആനിമയുടെ മുഖത്തെ കല്ലിച്ച ഭാവം കണ്ട് മാഹിർ വീണ്ടും ചോദിച്ചു. ഓ, ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? എന്നോട് പറയാനുള്ളതൊക്കെ നിന്റെ കെട്ടിൽ നിനക്ക് ആദ്യം തന്നെ ചൊല്ലി പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവല്ലോ. ആനിമ വെറുപ്പോടെ ചിറികൂട്ടി. ഉമ്മ എന്തിനാ അമ്മ എഴുതാപ്പുറം വായിക്കുന്നത്? സുറുമ എന്നോട് എന്ത് പറഞ്ഞെന്നാ? മാഹിർ അല്പം പരുഷമായി തന്നെയാണ് ചോദിച്ചത്. ഓ, അതിപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു തരണോ? നിന്നെ ഓള് ഓരോന്ന് പറഞ്ഞ് മയക്കി വെച്ച് കാണും. അതിലൊന്നും ഈ ആനമ്മേ വീയാൻ പോകുന്നില്ല. ഇവളുമാരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. അവരെ വാക്കുകളിൽ പുച്ഛം കലർന്നു. അവരുടെ അറച്ച നോട്ടം തൻ്റെ നേരെ വരുന്നുണ്ടാവുമെന്ന് അറിയാമെങ്കിലും സുറുമിയുടെ മുഖം ഉയർത്തിയില്ല. ഉമ്മ വെറുതെ ഓരോന്ന് നാവിട്ടലക്കണ്ട. എൻ്റെ പെണ്ണിനെ ആരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. മാഹിർ ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. ഇന്നോളം തന്നെ എതിർത്തൊരു മറുവാക്ക് പറയാത്ത മകൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം ആനമ്മയെ കൂടുതൽ തൊടിപ്പിച്ചു. ഇന്നലെ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി ഇപ്പോൾ ഇന്നോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയില്ലേ മാഹിറെ? എനിക്കിത് തന്നെ വേണം. അന്നേ എല്ലാവരും പറഞ്ഞതാ ഈ ധർമ്മകല്യാണം കാരണം നീ ദുഃഖിക്കേണ്ടി വരുമെന്ന്. എൻ്റെ മോൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി ഞാൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. എല്ലാം എൻ്റെ തെറ്റാ. അന്നേ ഈ വിവാഹം മുടക്കി നിനക്ക് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിക്കണമായിരുന്നു. ആ കുറ്റവും സുറുമയുടെ നെഞ്ചത്തേക്ക് തന്നെ ഇട്ടു. ചുറ്റിലും എന്തോരം കഥകൾ കേൾക്കുന്നു. നമ്മുടെ വടക്കേലെ ബഷീറിൻ്റെ കാര്യം തന്നെ നോക്കി. അവന് ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കി വന്നപ്പോഴേക്കേ ഭാര്യ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിൻ്റെ ഭാര്യയെ ഞാൻ ഊരി തണ്ടാൻ വിടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവളെ ഇങ്ങനെ കയറൂരി വിടാനാണ് ഉദ്ദേശമെങ്കിലേ ഉമ്മാൻ്റെ പൊന്നുമോനെന്ന് സൂക്ഷിച്ചോ. നാളെ നിന്നെയും ചതച്ച് നിൻ്റെ കൊച്ചിനെ ഉപേക്ഷിച്ച് ഇവൾ ആരുടെയെങ്കിലും കൂടെ പൊറുതി തുടങ്ങൂലെന്ന് ആര് കണ്ടോ? ആനിമയുടെ കരുണ പറ്റിയ വാക്കുകൾ കേട്ട് സുറുമി വിറങ്ങലിച്ച് നിന്നുപോയി. ഉമ്മ മതി, ഇനി നിങ്ങളൊരു വാക്കും മിണ്ടരുത്. മാഹിറിൻ്റെ അലർച്ച സുറുമി കേട്ടു. എൻ്റെ ഭാര്യയെ നിങ്ങളെ മറ്റുള്ളവരായി താരതമ്യം ചെയ്യണ്ട. അവൾ ജനിച്ച് വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത്? പിന്നെ മാഹിറും ആനിമയും തമ്മിൽ എന്തൊക്കെയോ വാക്കജ്ഞങ്ങളുണ്ടായി. എങ്കിലും സുറുമിയുടെ കാതുകൾ കുറച്ച് സമയത്തേക്ക് കൊട്ടി അടക്കപ്പെട്ടിരുന്നു. പുറത്ത് മഴ ആർത്ത് പെയ്തിരുന്നു. സുറുമിയുടെ ഹൃദയത്തിലും. സൺഷെയ്ഡിലൂടെ ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികളെ നോക്കി സുറുമി അടുക്കള തിന്നയുടെ ഭിത്തിയോട് ചാരി നിന്നു. എന്തൊക്കെയാണ് സ്ത്രീ വിളിച്ചു പറഞ്ഞത്? അവർ പറഞ്ഞ വാക്കുകൾ സുറുമിയുടെ കാതിൽ ഇപ്പോഴും മുഴക്കം തീർത്തുകൊണ്ടിരുന്നു. എമ്മിച്ചേ, നമ്മളോട് ഉമ്മുമ്മ പോവാൻ പറഞ്ഞല്ലോ, പോവല്ലേ നമുക്ക്? കുഞ്ഞിപ്പെണ്ണ് സുറുമിയുടെ കയ്യിൽ പിടിച്ചുലച്ചു. പോവാം. സുറുമി കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് നടന്നു. ബാത്റൂമിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് മേല് കുളിപ്പിച്ചു. അവൾക്ക് ഉള്ളതിൽ പുതിയൊരു കുഞ്ഞുടുപ്പിട്ട് കൊടുത്തു. കഴിഞ്ഞ പെരുന്നാളിന് ഹസീനത്ത വാങ്ങി തന്നതാണ്. അന്ന് ഈ ഉടുപ്പ് കിട്ടിയപ്പോൾ പെണ്ണിൻ്റെ കുഞ്ഞുമുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു. ആനിമയും എടുത്തിരുന്നു അന്ന് ഒരെണ്ണം. മാഹിക്കയുടെ പെങ്ങന്മാർക്കും മക്കൾക്കും എടുക്കുന്ന കൂട്ടത്തിൽ തനിക്കും മോൾക്കും ഒരെണ്ണം എടുത്തതാണ്. ഏറ്റവും വില കുറഞ്ഞ ഒന്ന്. എത്ര പെട്ടെന്നാണ് മോളുടെ ഉടുപ്പ് പിഞ്ചു കീറിയത്. മാഹിക്ക് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആൾ ചോര നീരാക്കി അധ്വാനിച്ചയച്ച പൈസയിൽ നിന്നും ബന്ധുക്കൾക്കെല്ലാം പെരുന്നാൾ കൂടി എടുത്തു കൊടുത്ത് മിച്ചം വന്നതുകൊണ്ട് ഏറ്റവും താഴ്ന്ന വസ്ത്രങ്ങളാണ് സ്വന്തം ഭാര്യയ്ക്കും മോൾക്കും കിട്ടിയതെന്ന്. കഴിഞ്ഞുപോയ പല കാര്യങ്ങളും ഉള്ളിലേക്ക് ഇരച്ചു വന്നതും സുറുമി നോവയുടെ ഒന്ന് നിശ്വസിച്ചു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുരുണ്ട മുടി ചീകിക്കെട്ടി ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തു. ഒരുക്കം കഴിഞ്ഞതും അവൾ തുള്ളിച്ചാടി പുറത്തേക്ക് പോയി. സുറുമി കഥക് ചേർത്തടച്ച് ഒരു ചുരിദാർ എടുത്തണഞ്ഞു. നരിച്ച് പഴകി തുടങ്ങിയതാണ്. വില കുറഞ്ഞത് എടുക്കുന്നത് കൊണ്ട് 2 അലക്ക് കഴിയുമ്പോഴേക്കും ഉള്ള കളറെല്ലാം പോയി നരച്ച് തുടങ്ങും. തട്ടം ഭംഗിയായി ചുറ്റിക്കെട്ടി കാലിയായ പൗഡർ ടിൻ ഒന്നുകൂടെ കുടഞ്ഞ് നോക്കി. അതിനകത്ത് ഒന്നുമില്ല. 6 മാസം മുമ്പ് മാഹിക്കാൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പെങ്ങന്മാരുടെ നിർദ്ദേശപ്രകാരം ഇക്ക പൗഡറും സ്പ്രേയും സോപ്പും മിഠായിയൊക്കെ കൊടുത്തയച്ചിരുന്നു. വീതം വെച്ച് വെച്ച് ഒടുവിൽ എനിക്കും മോൾക്കും കിട്ടിയത് വെറും 4 ചോക്ലേറ്റുകൾ മാത്രമാണ്. എന്നിട്ടും ആരോടും പരാതി പറഞ്ഞിട്ടില്ല. തൻ്റെ ഇക്ക കൊടുത്തയച്ചതല്ലേ, നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. എല്ലാം കിട്ടിയല്ലേ എന്ന് ചോദിച്ച ഇക്കയോട് അതിൻ്റെയെല്ലാം വാസന ഒത്തിരി ഇഷ്ടമായെന്നൊരു കള്ളവും പറഞ്ഞു സുറുമി. പൗഡർ ട്രെയിൻ തിരികെ വെക്കുമ്പോൾ സുറുമി നിരാശയോടെ എന്തൊക്കെയോ ഓർത്തു. 2 ദിവസത്തേക്ക് മാറിയിടാനുള്ള ഡ്രസ്സും ബാഗിൽ കുത്തി നിറച്ച് പുറത്തേക്ക് വരുമ്പോൾ വീട് പണി നടക്കുന്നിടത്തേക്ക് പോയ ഹസീനയും ലബീബയും എത്തിയിട്ടുണ്ട്.
സുറുമിയെ കണ്ടതും ആനുമ്മ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അത് കണ്ട് അവൾക്ക് വലിയ നോവൊന്നും തോന്നിയില്ല. എപ്പോഴും ഉള്ളതാണല്ലോ. മാത്രമല്ല നേരത്തെ അവളുടെ വായിൽ നിന്ന് പൊഴിഞ്ഞ മുത്തുകളെല്ലാം കല്ല് പോലെ അവളുടെ ഹൃദയത്തിൽ ഉറച്ചു കിടക്കുന്നുമുണ്ട്. നീ ഇത് എവിടേക്കാ സുറുമി ബാഗും തൂക്കി പോകുന്നത്? ലബീബിയാണ് ചോദിച്ചത്. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവാം മുത്തുമ്മ. സുറുമിക്ക് മുൻപേ ഹാലമോൾ അവർക്കുള്ള മറുപടി പറഞ്ഞിരുന്നു. എന്താണ് ഇത്ര പെട്ടെന്നൊരു വീട്ടിൽ പോക്ക്? ഇതുവരെ പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നീയേ. ലബീബാക്ക് എന്തെല്ലാം അറിയണം? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ഇടപെടാനും അതൊരു വഴക്കാക്കി മാറ്റാനും നല്ല മിടുക്കുണ്ട് അവർക്ക്. ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചിരുന്നു. പോകാനുള്ള അനുവാദം കിട്ടിയത് ഇപ്പോഴാണ്. അതിനിടയിൽ പോകുന്ന കാര്യം നിങ്ങളെയൊന്നും വിളിച്ചറിയിക്കാൻ സമയം കിട്ടിയില്ല. സുറുമി പറഞ്ഞതിലെ പരിഹാസം തിരിച്ചറിഞ്ഞതും ലബീബയുടെ മുഖം വാടി. സുറുമി അവളുടെ വീട്ടിൽ പോകുന്നത് ലബീബയ്ക്ക് തീരെ ഇഷ്ടമില്ല. അവൾ പോയാൽ നേരത്തിന് മേലനങ്ങാതെ വെട്ടിവഴുങ്ങാൻ ഒക്കില്ലല്ലോ. ഹസീനയ്ക്ക് ഇടുപ്പ് വേദനയും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അവളെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കാൻ ആനുമ്മ സമ്മതിക്കത്തുമില്ല. ഉപ്പയുടെ റൂമിൽ ചെന്ന് യാത്ര പറഞ്ഞതിന് ശേഷം സുറുമി നേരെ ആനുമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നു. മൂപ്പത്തി മുഖം വീർപ്പിച്ച് സുറുമിയെ ഒന്ന് ദേഷ്യപ്പെട്ടു നോക്കി. സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആരുടെയൊക്കെ കൈയും കാലും പിടിക്കണം എൻ്റെ പഠിച്ചോനെ. അതുമാത്രമല്ല ഓട്ടോ വിളിക്കാനുള്ള കാശ് പോലും അവരെ കയ്യിൽ നിന്നും ഇരുന്ന് മേടിക്കണം. തൻ്റെ ഒരു ഗതികേട് അതോർത്ത് സുറുമി ഒന്ന് നിശ്വസിച്ചു. ഉമ്മ, എനിക്ക് പൈസ വേണം. സുറുമി അവരുടെ മുഖത്ത് തന്നെ നോക്കി ചോദിച്ചു. തൻ്റെ ഭർത്താവ് അയച്ചു തരുന്ന പണം തനിക്കും കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. എൻ്റെ വീട്ടിൽ കൊടുത്തേ അവരെ നന്നാക്കാനല്ല കേട്ടോ. വണ്ടിക്കൂലിക്ക് തന്നെ നല്ലൊരു തുക വേണം. ആനുമ്മ ഇങ്ങോട്ട് എന്തെങ്കിലും പറയും മുമ്പേ സുറുമി ചുണ്ടിൽ തേച്ചൊട്ടിച്ചൊരു ചിരിയോടെ പറഞ്ഞു. നിന്റെ നാക്കിന് വല്ലാതെ നീളം വെച്ച് തുടങ്ങിയല്ലോ പെണ്ണേ. എന്നോട് വേണ്ടട്ടോ എൻ്റെ ചെലപ്പ്. ഒരു കൂത്തുനോട്ടം അവൾക്ക് നൽകി ആനുമ്മ അവരുടെ മുടിയിലേക്ക് പോയി. തിരികെ വന്നവർ 3 100-ൻ്റെ നോട്ടുകൾ സുറുമിയുടെ നേർക്ക് നീട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലി കഴിച്ചാൽ 1 രൂപ പോലും മിച്ചം വരില്ല. കണക്കുകളുടെ കാര്യത്തിൽ ആനുമ്മക്ക് പിഴക്കൂല. മറുത്തൊന്നും പറയാതെ സുറുമി അത് വാങ്ങി ബാഗിലേക്ക് വെച്ച് ഒരു വട്ടം കൂടി അവരോട് യാത്ര പറഞ്ഞു. ആ സ്ത്രീ കാണാത്ത പോലെ മുഖം തിരിച്ചു കളഞ്ഞതും സുറുമി ഹസീനയെ നോക്കി തല അനക്കി കുഞ്ഞിനെയും എടുത്ത് ആ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. കവലയിൽ ചെന്നാൽ ഓട്ടോ കിട്ടും. വൈകുന്നേരമായി തുടങ്ങി. സുറുമി കുഞ്ഞിനെയും കൊണ്ട് റോഡിന് അരികിൽ ചേർന്ന് നടക്കുമ്പോഴാണ് ഏതൊരു വാഹനം വന്ന് നിർത്തിയത്. തല ഉയർത്തി നോക്കുമ്പോഴും അവളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. സക്കീർക്കയാണ്, മാഹിറിൻ്റെ ജ്യേഷ്ഠൻ. ചുണ്ടിൽ ചിരിയാണെങ്കിലും ഈ വരവിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാതെ സുറുമിയുടെ നെറ്റിയൊന്ന് ചുരുങ്ങുമ്പോഴേക്കും കയ്യിലിരുന്ന് ഹാലമോൾ കാറിനകത്തേക്ക് കണ്ണുനട്ട് അയാളെ നീട്ടി വിളിച്ചിരുന്നു. മുത്തുപ്പാ, മുത്തുപ്പാൻ്റെ കുഞ്ഞിപ്പെണ്ണ് വിരുന്ന് പോവാണോ? സക്കീർ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെയും നോട്ടം സുറുമിയിലേക്കെത്തി. വീട്ടിൽ വെച്ച് തന്നോട് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല സക്കീർക്ക. എന്നാൽ ഹസീനയുടെ ഭർത്താവ് മുസാഫിർ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യും. സക്കീറിൻ്റെ നോട്ടവും ചിരിയും സുറുമിയിൽ ചെറിയ അസ്വസ്ഥത നിറച്ചു. വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ. നേരം വൈകി തുടങ്ങിയില്ലേ സുറുമി? ഇനിയിപ്പോൾ കവലയിൽ ചെന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ടാവൂലേ? ഇങ്ങോട്ട് കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. സക്കീർ പറഞ്ഞതും സുറുമിയുടെ മുഖത്തൊരു അമ്പരപ്പ് തെളിഞ്ഞു. ഈ മനുഷ്യൻ തന്നെ നോക്കിയൊന്ന് ചിരിക്കുന്നത് പോലും അവളിതുവരെ കണ്ടിട്ടില്ലോ ഇല്ലല്ലോ. അങ്ങനെയുള്ള ആളാണിപ്പോൾ തന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. അതൊന്നും വേണ്ട, ഇക്കാക്ക് കടയിൽ പോവണ്ടേ? ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. സുറുമി അയാളെ പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞു. സക്കീർ ഹുസൈൻ കവലയിൽ പലചരക്ക് കട നടത്തുകയാണ്. ആൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടപ്പോൾ മാഹിർ തന്നെയാണ് ടൗണിലെ 3 കടമുറികളുള്ള കെട്ടിടം വാങ്ങാൻ അയാളെ സാമ്പത്തികമായി സഹായിച്ചത്. അതെന്താ സുറുമി, എൻ്റെ കൂടെ വരാൻ ഭയമാണോ? അവളെ ഒന്ന് ചൂഞ്ഞു നോക്കിയാണ് സക്കീർ ചോദിച്ചത്. സുറുമിയുടെ തല ഒരൽപ്പം താഴ്ന്നു പോയി. എടോ, താൻ ഇനി ഒറ്റയ്ക്ക് പൊടിക്കുഞ്ഞിനെയും കൊണ്ട് കവല വരെ നടക്കണ്ടേ? കടയിൽ വേറെ ആളെ നിർത്തിയിട്ടുണ്ട്, നീ കയറിക്കോ. എനിക്കേ അതുവഴി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആജ്ഞാശക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ശബ്ദം കേട്ടതും കയറുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ സുറുമി ഡോറിനടുത്തേക്ക് ചുവട് വെച്ചിരുന്നു. തൻ്റെ ഇക്കാൻ്റെ സഹോദരൻ സന്ധ്യയും സഹോദരനാണ്. എങ്കിലും ചെറുതല്ലാത്തൊരു ഭയം തോന്നിയത് കൊണ്ടാണ് വെറുതെ ചുറ്റിലും വന്ന് കണ്ണോടിച്ചത്. എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ ഊതിപ്പരിപ്പിച്ച് പറയാൻ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. എന്തിന് നാട്ടുകാർ പറയുന്നു? ലബീബത്തെയോ ആനുമയോ അറിഞ്ഞാലും മതി. പിന്നെ കുത്തിയുള്ള ചോദ്യമായി പറച്ചിലായി. ആ ഓർമ്മയിൽ സുറുമിയൊന്ന് തല കുടഞ്ഞു.
ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്കീറിൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല സുറുമി. ഹാലമോൾ വാ തോരാതെ അവളെ മൂത്താപ്പയോട് സംസാരിക്കുന്നുണ്ട്. മൂത്താപ്പയോടൊപ്പം കാറിൽ കയറിയ സന്തോഷമാണ് ആ പെണ്ണിന്. സുറുമയുടെ മനസ്സ് അപ്പോഴേക്കും മാഹിറിൻ്റെ അടുത്തേക്ക് പറഞ്ഞിരുന്നു. എന്നാണ് മാഹിക്കയുടെ കൂടെ തനിക്കും തൻ്റെ കുഞ്ഞിനും ഇങ്ങനെയൊന്ന് യാത്ര ചെയ്യാൻ കഴിയുക? അവളുടെ ഉപ്പയുടെ കൂടെ എൻ്റെ പൊന്നുമോള് എത്ര സന്തോഷവതിയായിരിക്കും. ആ ഓർമ്മയിൽ പോലും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. സുറുമി, എന്താ നീ ഒന്നും മിണ്ടാത്തേ? വീടെത്താൻ നേരമാണ് സക്കീർക്കയുടെ ചോദ്യം തന്നെ തേടിയെത്തിയത്. ഒരു മാത്ര കഴിഞ്ഞാണ് അത് തന്നോടാണ് ചോദിച്ചതെന്ന് പോലും സുറുമിക്ക് മനസ്സിലായത്. ഹേ, എന്ത്? എന്നോടാണ് ചോദിച്ചത്? ചിന്തകളെ വെടിഞ്ഞവൾ ഒരു പിടച്ചിലൂടെ അയാളെ നോക്കി. അത് ശരി, അപ്പോൾ ആളിവിടെയൊന്നും അല്ലല്ലേ? എന്താണോ തൻ്റെ സങ്കടം? മാഹിർ എന്നെ വിളിച്ചില്ലേ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഇന്നേ വരെ തന്നോട് അധികം മിണ്ടാത്ത അയാളുടെ അടുപ്പത്തോടെയുള്ള ചോദ്യം സുറുമിയിൽ വല്ലാതെ അസ്വസ്ഥത നിറച്ചു. മാഹിക്കയല്ലാതെ മറ്റൊരു പുരുഷൻ തന്നോട് അടുപ്പത്തോട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാവും. വല്ലാതൊരു ചളിപ്പും അസ്വസ്ഥതയും അവളെ പൊതിഞ്ഞു. ഉത്തരമൊന്നും ഇല്ലെന്ന് കണ്ട് സക്കീറിൻ്റെ നോട്ടം വീണ്ടും അവളെ തേടിയെത്തിയിരുന്നു. ഉള്ളിലുള്ളത് ചൂഴ്ന്നെടുക്കും പോലൊരു നോട്ടം. ആ നോട്ടം കണ്ടതും താൻ ഇയാളുടെ കാറിൽ കയറിയത് വിഡിത്തമായെന്നോർത്ത് അവളുടെ മനസ്സ് ഉലഞ്ഞു. ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാനേ വെറുതെ ഓരോന്ന് ഓർത്തു. മുഖം കറുപ്പിക്കാതെ തന്നെ സുറുമി പറഞ്ഞൊപ്പിച്ചു. എനിക്കറിയാം സുറുമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിന്നെ തനിച്ചാക്ക് ഓനങ്ങ് പോയിട്ടേ 4 വർഷമായില്ലേ? കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് വീട്ടിൽ തന്നെ കാത്തിരിക്കുകയാണെന്ന വല്ല ചിന്തയുണ്ടോ അവനെ? ഉണ്ടായിരുന്നെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ലീവ് വാങ്ങി അവനൊന്ന് നാട്ടിൽ വരുമായിരുന്നു. അത് പറയുന്നതിനിടയിൽ സുറുമിയൊന്ന് ഇടം കെട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവൾ. ഹാ പോട്ടെ, അവനെനിക്ക് വിളിക്കുമ്പോൾ ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട് അവനോട്. താൻ വിഷമിക്കൊന്നും വേണ്ടട്ടോ. ഇക്കാക്കയില്ലേ, എന്തുണ്ടെങ്കിലും സുറുമിക്ക് എന്നോട് പറയാട്ടോ, ഞാൻ കൂടെയുണ്ട്. വീട്ടിൽ വെച്ച് നേരിട്ട് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ നമ്പറല്ലേ സുറുമിയുടെ കയ്യിൽ? തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും വാട്സാപ്പിലൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ചെയ്തു തന്നേക്കാം. അയാൾ പറയുന്നത് കേട്ട് സുറുമിയുടെ മുഖമൊന്ന് വിളറി. ഉടലൊന്ന് വിറച്ചുപോയ അവളുടെ ഉള്ളൊന്ന് അറച്ചുപോയ നിമിഷം. ആ പറഞ്ഞതിന് മറ്റൊരു അർത്ഥമില്ലേ? ഉണ്ട്. പക്ഷേ അയാളെ തെറ്റിദ്ധരിച്ച് ബഹളം വെക്കാൻ മാത്രം അയാൾ പറഞ്ഞതിൽ ഒന്നുമില്ല താനും. ഒരു പക്ഷേ അയാളുടെ അനിയനോടുള്ള സ്നേഹം കൊണ്ട് അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സഹായിക്കാമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിലോ? തെറ്റിദ്ധരിച്ചത് താൻ മാത്രമാണെങ്കിലോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ എന്തുകൊണ്ട് വീട്ടിൽ വെച്ച് ഈ മാന്യത കാണിക്കുന്നില്ല? സുറുമിയുടെ മനസ്സ് പലതും ചികഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും ഈ പകൽമാനിന് മറ്റൊരു മുഖമുണ്ടെന്ന് തോന്നൽ സുറുമിയുടെ ഉള്ളിലൊരു വിള്ളൽ വീഴ്ത്തിയിരുന്നു. സ്വന്തം അനിയൻ്റെ ഭാര്യയെ പിന്നെ ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെയാണ് സുറുമി ആ കാറിനകത്ത് വീടെത്തും വരെ ഇരുന്നത്. എന്നിരുന്നാലും പിന്നെ അയാളുടെ മറ്റൊരു രീതിയിലുള്ള നോട്ടം പോലും അവളെ തേടി വന്നതുമില്ല. വീടെത്തിയതും അയാളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ കാറിൽ നിന്ന് ഇറങ്ങി നിന്നു സുറുമി. കനലിൽ ചവിട്ടി നിൽക്കും പോലെയായിരുന്നു ഇത്രയും സമയം. ഇപ്പോഴാണ് അവൾക്ക് തെല്ലൊരാശ്വാസമായത്. ഞാൻ വരുന്നില്ല കേട്ടോ സുറുമി വീട്ടിലേക്ക്. ഇവിടെ അടുത്തൊരാളെ കണ്ടിട്ട് വേഗം കടയിലേക്ക് പോകണം. പിന്നെ നിൻ്റെ ഉപ്പയോട് ഞാൻ അന്വേഷിച്ചതായി പറയണം കേട്ടോ. പിന്നെ മറ്റെന്തോ പറയാനുണ്ടെന്ന പോലെ അയാളൊന്ന് നിർത്തി. സുറുമിയുടെ കണ്ണുകളൊന്ന് കൂർത്തു. അന്നേരം എന്തോ ഒരു കള്ളത്തരം അയാളുടെ കണ്ണുകളിൽ ഒളിച്ചു കിടക്കും പോലെ. എൻ്റെ കൂടെയാണ് താൻ വന്നതെന്ന് ആരോടും പറയണ്ട, പ്രത്യേകിച്ച് ലബീബയോട്. അവൾ എന്തൊക്കെയോ ഊഹിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല, അവളല്ലേ ആള്. അതും പറഞ്ഞുകൊണ്ട് അയാൾ കാർ തിരിച്ചു. എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിച്ചത് കൊണ്ടല്ലേ അയാൾ അങ്ങനെ പറഞ്ഞത്? ഭാര്യയ്ക്ക് ഇഷ്ടമാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ എന്തിനാണ് തന്നെ സഹായിച്ചത്? അനിയനോടുള്ള സ്നേഹം കൊണ്ടോ, അതോ താനുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന സിഗ്നൽ തന്നതാണോ? അയാൾ പോയിട്ടും ആ വഴിയരികിൽ തന്നെ ചലിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ സുറുമിയുടെ മനസ്സിടിഞ്ഞു പോയിരുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ട് ഭർത്താവ് കൂടെയില്ലാത്ത പെണ്ണുങ്ങളോട് ചില പുരുഷന്മാർ അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുമത്രേ. ചിലരൊക്കെ അവരെ വെച്ചു നിട്ടുന്ന കരുതലും സ്നേഹത്തിലും മതിമറന്ന് വീണു പോകാറുമുണ്ട്. പക്ഷേ തൻ്റെ നേർക്ക് ഇതാദ്യമായാണ്, അതും ഭർത്താവിൻ്റെ സ്വന്തം ചോര തന്നെ. ഉമ്മ! കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളിയാണ് ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അതിരി കടന്നു പോകുന്ന ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് കുഞ്ഞിനെയും എടുത്ത് തൻ്റെ വീടിന് നേർക്ക് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് തന്നോടുള്ള വികാരം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സുറുമിക്ക്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.